ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബീഹാർ ദിവസ് നിങ്ങൾക്കറിയാവോ? ഈ ബീഹാർ ദിവസ് ഇവിടെ എങ്ങനെയാണ് ആഘോഷിക്കുന്നത്, ഇവരെന്തൊക്കെയാണ് അതിനുവേണ്ടി ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾക്കറിയാവോ? ഇന്നത്തെ വീഡിയോ അതിൻ്റെ വിശേഷങ്ങളാട്ടോ. പിന്നെ ഇതുപോലുള്ള വീഡിയോസ് കിട്ടാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് ബീഹാർ ദിവസത്തിൻ്റെ വിശേഷത്തിലേക്ക് കിടക്കാം. ബീഹാർ ദിവസ് അല്ലെങ്കിൽ ബീഹാർ സ്ഥാപന ദിവസമായിട്ട് എല്ലാ കൊല്ലവും മാർച്ച് 22-ാം തീയതി ഈ ബീഹാറുകൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മെയിൻ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബംഗാൾ പ്രൊവിൻസിൽ നിന്ന് ബീഹാർ റീജിയൻ സെപ്പറേറ്റ് ചെയ്യപ്പെട്ടു 1912 മാർച്ച് 22-ാം തീയതി. അപ്പോൾ എല്ലാ ഇയറിലും മാർച്ച് 22-ാം തീയതി ഇവർ ബീഹാർ ദിവസമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. ഇതാണ് മെയിൻ എൻട്രി. ഇങ്ങനെ പല ഗേറ്റുകൾ ഇവർ വെച്ചിട്ടുണ്ടായിരുന്നു. ഗാന്ധി മൈതാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പല ഗേറ്റുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഇത് നമ്മുടെ റൈറ്റ് സൈഡിൽ ഒരു സ്ക്രീനിനകത്ത് ബീഹാറിൻ്റെ കൾച്ചറുകൾ, ബീഹാറിൻ്റെ ഡെവലപ്മെൻറ്റ്സ്, ഇനി എന്തൊക്കെ വരാനുണ്ട് എന്നതിനെക്കുറിച്ചുള്ള ഒരു ഡിസ്പ്ലേ അവിടെ പ്ലേ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാർക്ക് പോലെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒത്തിരി പ്ലേ ഐറ്റംസ് കൊണ്ടുവരികയും അതിനകത്ത് പെയ്ഡാന്ന് തോന്നുന്നു കേട്ടോ, നമ്മൾ അതിനെക്കുറിച്ച് എൻക്വയറി ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ പാർക്കായിട്ട് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പതുക്കെ എല്ലാം കണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു വലിയ ബലൂൺ ആകാശത്ത് പൊങ്ങിയിരിക്കുന്നു. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ അവർ ബലൂൺസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് അതിൻ്റെ ലൊക്കേഷൻ അറിയാൻ വേണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നു, അറിയില്ല. അങ്ങനെ മുന്നോട്ട് കടന്നപ്പോഴത്തേക്ക് നമുക്കൊരു ലേ ഔട്ട് കിട്ടി. ബീഹാർ ദിവസത്തിൻ്റെ ഒരു ലേ ഔട്ട്, ഗാന്ധി മൈതാനിൻ്റെ ഒരു പ്ലാൻ, എന്തൊക്കെ കാര്യങ്ങൾ എവിടെയൊക്കെ നടക്കുന്നുണ്ട്, എന്തൊക്കെ സംഭവങ്ങളാണ് ഈ ഗാന്ധി മൈതാനിൽ ഇപ്പോൾ പ്രസൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നത്, എൻ്റെ മെയിൻ എൻട്രി എങ്ങനെയൊക്കെയാണെന്നുള്ള രീതിയിൽ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പ്ലാൻ പോലെ തന്നെ അവർ അത് ഡിസ്പ്ലേ ചെയ്തു. പിന്നെ അകത്തോട്ട് ചെല്ലും തോറും ഓരോരോ സ്റ്റാച്യൂസ്, മോഡൽസ് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഒരു വലിയ ഗേറ്റായിട്ട് ബേട്ടി പഠാവോ എന്നും പറഞ്ഞുകൊണ്ട് ഒരു വലിയ എൻട്രി പോലെ തന്നെ ക്രിയേറ്റ് ചെയ്ത്, ഇത് ഗാന്ധി മൈതാനിൻ്റെ ഉള്ളിലാണ് കേട്ടോ. എൻട്രി കഴിഞ്ഞ് നമ്മൾ കയറി ചെന്ന് കഴിയുമ്പോഴാണ് ഇത് കാണുന്നത്. അതായത് ലേഡീസിന്, അതായത് ലഡ്കി ലോഗ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഇനി ഭാവിയിൽ എന്തൊക്കെ ആവണം എന്നുള്ള രീതിയിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്പോർട്സിൻ്റെ ഒരു സെക്ഷൻ കണ്ടു. സ്പോർട്സിൻ്റെ ഒരു സെക്ഷനകത്ത് ചെന്നപ്പോഴത്തേക്കും അവിടെ തലകുത്തി മറിയുന്നുണ്ട്. ഒരു ചേട്ടനായിരുന്നു ആദ്യം ഒരു തൂണയിൽ ഭയങ്കര അഭ്യാസമൊക്കെ കാണിച്ചുകൊണ്ട് ആൾക്കാരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി അവർ ഇങ്ങനെ പെർഫോമൻസ് ചെയ്തുകൊണ്ടിരുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അന്ന് ഇവിടെ പബ്ലിക് ഹോളിഡേ ആയിരിക്കും. എല്ലാ കൊല്ലവും മാർച്ച് 22-ാം തീയതി പബ്ലിക് ഹോളിഡേ ആയിരിക്കും. ഇപ്രാവശ്യം ഇവർ 3 ദിവസം ഇത് സെലിബ്രേറ്റ് ചെയ്തു. അതായത് 22, 23, 24 തീയതികളിൽ ഇവർ സെലിബ്രേറ്റ് ചെയ്തു ബീഹാർ ദിവസ്. കഴിഞ്ഞ പോലെ ഇവർക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഇലക്ഷൻ ആയതുകൊണ്ട് അവർക്ക് അത്രയും സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ കൂട്ടി ഇക്കൊല്ലം 3 ദിവസം അവർ അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. പിന്നെ ഒരു ചേച്ചിയായിരുന്നു പെർഫോമൻസ് ചെയ്തത്. ചേച്ചി ഇതേപോലെ തന്നെ ചേട്ടൻ കാണിച്ച പോലെ തന്നെ അവരും കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഗാന്ധി മൈതാനെ കുറിച്ച് പറയുകയാണെങ്കിലുണ്ടല്ലോ, 60 ഏക്കറോളം പരന്ന് കിടക്കുന്ന ഒരു വലിയ ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടിലാണ് ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ മുന്നോട്ട് നടന്നപ്പോഴത്തേക്കും 1 ഡിസ്ട്രിക്റ്റ് 1 പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ ഒരു സ്റ്റാൾസിൻ്റെ സെക്ഷനായിരുന്നു. അതായത് ഓരോ ഡിസ്ട്രിക്റ്റിൽ നിന്നും അവരുടെ മെയിനായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് സ്റ്റാളുകൾ ക്രിയേറ്റ് ചെയ്ത് അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്തുനിന്ന് വാങ്ങാനും നോക്കി എടുക്കാനും ഒക്കെ ആയിട്ടുള്ള സൗകര്യം ആൾക്കാർക്ക് ക്രിയേറ്റ് ചെയ്ത്. പിന്നെ എൻട്രി ഒക്കെ ഫ്രീ ആയിരുന്നു കേട്ടോ. എവിടെ വേണേലും കയറി നടക്കാം എന്നുള്ള രീതിയിലാണ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്റ്റാളുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെ എല്ലാ തരത്തിലുള്ള ഐറ്റംസും ഉണ്ടായിരുന്നു. ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഐറ്റംസ്, അതേപോലെ തന്നെ ഡെക്കർ ഐറ്റംസ്, സ്റ്റാച്യൂസ്, അതേപോലെ തന്നെ ക്ലോത്തിങ് ഐറ്റംസ്, ബാഗിൻ്റെ സെക്ഷൻ, അങ്ങനെ ഒത്തിരി ലേഡീസിൻ്റെ സെക്ഷൻ, അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പം ആ നടക്കുന്ന വഴിക്ക് വേറൊരു ചേട്ടനും ചേച്ചിയും കൂടി പാട്ടും പാടി ഡാൻസൊക്കെ കളിച്ച് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കൂട്ടം ആൾക്കാരെ അവിടെ കണ്ടു. പിന്നെ മുന്നോട്ട് നടക്കുമ്പോഴത്തേക്കും ക്ലോത്തിൻ്റെ സെക്ഷൻസാണ്. ഇഷ്ടംപോലെ ഷോളുകളൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം ഹാൻഡ് മെയ്ഡും പ്രിൻറ്റഡും ആയിട്ടുള്ള ഹാൻഡ് വർക്കാണെന്ന് തോന്നുന്നു മെയിനായിട്ട് അവർ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിരുന്നത്. പിന്നെ ഈ സ്റ്റോളിൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സ്റ്റോളിൻ്റെ ഫ്രണ്ടിൽ ഏത് ഡിസ്ട്രിക്റ്റ് ആണ് എന്ന് എഴുതിയിട്ടില്ല. ആ സ്റ്റോള് ആരാണ് ഓൺ ചെയ്തിരിക്കുന്നത് അയാളുടെ പേര് മാത്രമേ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ.
പിന്നെ ഒരു ആർട്ടിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. അതായത് പിക്ചേഴ്സ്, അവരുടെ കൾച്ചറിനെ മുന്നോട്ട് വെക്കുന്ന രീതിയിലുള്ള പിക്ചേഴ്സൊക്കെ അവർ വരച്ച് അതൊരു സ്റ്റോൾ പോലെ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ലോത്തിങ്, പിന്നെ അതേപോലെ തന്നെ മാല, വള, കമ്മൽ എന്നുള്ള ഒരു സ്റ്റോള്, അതേപോലെ തന്നെ ഡെക്കർ ഐറ്റംസ്, ഹാങ്ങിങ്സ്, അങ്ങനെ പല സെക്ഷൻസായിട്ട് സ്റ്റോളുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പസിൽസ്, അതിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് നടന്നപ്പോഴത്തേക്കും കുറേ മാറ്റ്, അതിങ്ങനെ സ്റ്റോളൊന്നുമല്ല കേട്ടോ, അതിങ്ങനെ നിലത്ത് തന്നെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മുന്നോട്ട് ഇങ്ങനെ നടന്നു ഇതവരുടെ ട്രഡീഷണൽ സോങ് ആട്ടോ. അതിങ്ങനെ ഒരു സൈഡിൽ സ്റ്റേജിൽ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ട് അവർ പിന്നെ മോഡൽസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് വില്ലേജിൻ്റെ ഒരു മോഡൽ, സിറ്റിയുടെ ഒരു മോഡൽ, ഇനി എന്തൊക്കെ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായോ ഈ ബീഹാറിൽ, അങ്ങനെയുള്ള ഒരു മോഡൽ അവർ അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. ഒത്തിരി ആൾക്കാരായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഫുള്ള് എല്ലായിടത്തും ആൾക്കാരായിരുന്നു. അങ്ങനെ അതൊക്കെ ഞങ്ങൾ കണ്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും പിന്നെ മെഡിക്കലിൻ്റെ ഒരു സെക്ഷൻ, മെഡിക്കൽ ഫീൽഡിൽ എന്തൊക്കെ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായി, ഇനി എന്തൊക്കെ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവാൻ പോകുന്നു എന്നതിനെക്കുറിച്ചൊക്കെയുള്ളൊരു ഇൻഫർമേഷൻ തരുന്ന രീതിയിലുള്ളൊരു സ്റ്റാൾസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ലാൻഡ്സ്കേപ്പ്, അതായത് ബീഹാറിൻ്റെ ഒരു സംഭവം അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായി, ഏതൊക്കെ റോഡ്സ്, റെയിൽസ്, അങ്ങനെയൊക്കെ. പിന്നെ ഒരു ആർട്ട് ഗ്യാലറി കണ്ടു. പിന്നെ ഉണ്ടായിരുന്ന ഒരു പപ്പറ്റ് ഷോയാണ് കേട്ടോ. അടിപൊളിയായിരുന്നു പപ്പറ്റ് ഷോ. ड्राइविंग लाइसेंस बनवाना एसके गांधी के बोल है, यातायात के नियम पे चलना जीवन ये अनमोल है, यातायात नियम अपनाएंगे हम, यातायात नियम अपनाएंगे हम. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് നടക്കുമ്പോഴത്തേക്കും വെഹിക്കിൾസിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. പുതിയതായിട്ട് വന്നിട്ടുള്ള ഇലക്ട്രിക് വെഹിക്കിൾസ്, ബൈക്കുകൾ, കാർസ് എല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ തന്നെ തൊട്ട് സൈഡിലായിട്ട് ഒരു സ്ക്രീനിനകത്ത് അവർ റോഡ് സേഫ്റ്റി അവയർനെസ് കൊടുക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയൊക്കെ നമുക്ക് ആക്സിഡൻറ്റ്സ് അവോയ്ഡ് ചെയ്യാം, എന്തൊക്കെ റൂൾസാണ് റോഡിൽ പാലിക്കേണ്ടത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ സെൽഫി പോയിൻറ്റ്സിനെ കുറിച്ച് പറയാതിരിക്കുന്നതല്ല, ഇഷ്ടം പോലെ സെൽഫി പോയിൻറ്റ്സ് ആയിരുന്നു. എവിടെ നിന്ന് വേണമെങ്കിലും ഫോട്ടോ എടുക്കാവുന്ന രീതിയിൽ അവർ അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ മടുത്ത് കഴിഞ്ഞപ്പോൾ കുറേ നേരം ഞങ്ങൾ ഗ്രൗണ്ടിന് അവിടെ തന്നെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നടക്കാൻ തുടങ്ങി. എടുത്തിട്ടും തീരുന്നില്ലായിരുന്നു. അതേപോലെ തന്നെ പിന്നെ ബീഹാറിൻ്റെ ഒരു മോഡൽ തന്നെ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബീഹാർ എങ്ങനെയാണ്, അതൊരു ക്ലേ കൊണ്ട് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ അതിനകത്ത് അവർ കാണിച്ചിരിക്കുന്നത്, അതായത് പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്ന എന്തൊക്കെ ഡെവലപ്മെൻറ്റ്സ് നടന്നു, ഇനി എന്തൊക്കെ വരാനുണ്ട്, പഠനത്തിന് കൂടുതൽ ഇത് കൊടുക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ബുക്കിൻ്റെ ഒക്കെ പിക്ചർ അതിനകത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതായിരുന്നു നൈറ്റ് വ്യൂ ഉണ്ടായിരുന്നത്. നൈറ്റിൽ ഗാന്ധി മൈതാൻ ഇങ്ങനെയായിരുന്നു. അപ്പം 60 ഏക്കർ നടന്ന് ഒരു 2 മണിക്കൂർ കൊണ്ട് കാണുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ വീഡിയോയിൽ കാണിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഇവർ ബീഹാർ ദിവസം സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നതിലേക്കും